Hi all, welcome to ONCE. S5 Electrical and Electronics Engineering one of the important subject ആണ് Power Generation, Transmission and Protection, PGTP. Short form ആയിട്ട് PGTP എന്ന് പറയും. So ഈ PGTP സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ one of the important topic ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ പറ്റിയിട്ടുള്ള നമുക്ക് സിലബസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ it is generating electricity from potential energy of water. Okay, so hydroelectric power stations are the generating station which uses potential energy of water which is stored at a dam അല്ലെങ്കിൽ stored in a reservoir to generate electrical energy. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാമിലോ റിസർവോയറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടറിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഒരു ഡാമാണ്, ഡാം അല്ലെങ്കിൽ റിസർവോയറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാമോ റിസർവോയറോ ഒക്കെ മെയിനായിട്ടുള്ളൊരു ഫ്ലോയിങ് റിവറിനെ ക്രോസ് കൺസ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഈ വാട്ടർ വിച്ച് ഈസ് ഫ്ലോയിങ് ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന വെള്ളത്തിനെ നമ്മൾ ഒരു സ്ഥലത്ത് തടഞ്ഞു നിർത്തി സ്റ്റോക്ക് ചെയ്ത് വെക്കും. സോ ദിസ് പാർട്ട് ഇതാണ് നമ്മുടെ ഡാം അല്ലെങ്കിൽ റിസർവോയർ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഇറ്റ് വിൽ ബി ഹാവിങ് പൊട്ടൻഷ്യൽ എനർജി. ഒരു പർട്ടിക്കുലർ ഹെഡ് അവൈലബിൾ ആയിരിക്കും. ആ പർട്ടിക്കുലർ ഹെഡ് അവൈലബിൾ ആയിട്ടുള്ള ദിസ് വിൽ ബി എ സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഡാം അല്ലെങ്കിൽ ഈ റിസർവോയർ പാർട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ പെൻസ്റ്റോക്ക്. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടൻഷ്യൽ എനർജി നേരെ മോഷനിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. സോ ഈ പെൻസ്റ്റോക്ക് വഴി പൊട്ടൻഷ്യൽ എനർജി നേരെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ വാട്ടർ ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈ പെൻസ്റ്റോക്ക് വഴി ഈ ഫ്ലോ ഓഫ് വാട്ടർ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എന്തായിട്ട് ആവും, ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടർബൈൻ, ഇതാണ് നമ്മുടെ ടർബൈൻ കണ്ടോ. അപ്പോൾ ഈ ടർബൈനിലെ ഇൻലെറ്റ് ആയിട്ട് കയറി വരും. സോ വാട്ട് ഹാപ്പൻസ്, ഈ കൈനറ്റിക് എനർജി ഇറ്റ് വിൽ റൊട്ടേറ്റ് ദ ടർബൈൻ. അപ്പോൾ എന്ത് പറ്റും, കൈനറ്റിക് എനർജി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. സോ ഇവിടെ നമുക്ക് സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി നേരെ പെൻസ്റ്റോക്ക് വഴി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി. ഓക്കെ, ഈ കൈനറ്റിക് എനർജി നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ദെൻ ദിസ് ടർബൈൻ ഈസ് കപ്പിൾഡ് വിത്ത് എ ജനറേറ്റർ. സോ വാട്ട് ഹാപ്പൻസ്, മെക്കാനിക്കൽ എനർജി ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ക്ലിയർ അല്ലേ? ഈ ഇലക്ട്രിക്കൽ എനർജി ത്രൂ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി നേരെ ട്രാൻസ്ഫോമർ വഴി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിഷൻ ലൈൻ വഴി നേരെ നമ്മുടെ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ സൈഡിലേക്ക്, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ കമേഴ്ഷ്യൽ ആയിക്കോട്ടെ, നമ്മുടെ കസ്റ്റമർ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ശരിക്കും സംഭവിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ നേരെ നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ കൈനറ്റിക് എനർജി വെച്ച് ടർബൈനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടി. മെക്കാനിക്കൽ എനർജി ഈസ് കപ്പിൾഡ് ടു ദ generator or alternator and will be getting electrical output and it is fed to the consumer അല്ലെങ്കിൽ customer. Okay, so potential energy, then kinetic energy, then mechanical energy, നേരെ electrical energy. ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു ഏതൊരു പവർ പ്ലാന്റ്, നമ്മൾ സ്റ്റീം ആയിക്കോട്ടെ ഹൈഡ്രോ ആയിക്കോട്ടെ ന്യൂക്ലിയർ ആയിക്കോട്ടെ, നമ്മൾ ഏത് പവർ പ്ലാന്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ PGTPയുടെ കേസിൽ പഠിക്കുമ്പോഴും ഒരു റിയൽ ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കേസിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, കേരളത്തിൽ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആർച്ച് ഡാം ഇൻ ഏഷ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഫിഗറാണ് ഇടുക്കി ഡാമിൻ്റെ ഒരു ഫിഗർ. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ഇമേജസ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ഒരു ഫിഗറാണ് അല്ലേ. ഇതാണ് നമ്മുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡാം ഇൻ ഏഷ്യ. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പെരിയാർ റിവറിനെ ക്രോസ് ആണ്.
ഓക്കെ, ഇത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കാണ് ഈ ആർച്ച് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കുറവൻ മലയുടെയും കുറവൻ ഹിൽസിൻ്റെയും അതുപോലെ തന്നെ കുറത്തിമലയുടെ ഹിൽസിൻ്റെ ഇടയ്ക്ക് ആണ് നമ്മൾ ഈ ഒരു ആർച്ച് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ് ഇതിൻ്റെ പവർ ജനറേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ പവർ പ്ലാന്റ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ മൂലമറ്റത്താണ് ഇതിൻ്റെ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഡാം എന്ന് പറയുന്നത് ദിസ് ഇസ് എ കോൺക്രീറ്റ് ടൈപ്പ്, ഡബിൾ കർവേച്ചർ ടൈപ്പ്, പാരാബോളിക് ടൈപ്പാണ്. ഓക്കെ, ഡബിൾ കർവേച്ചർ. എന്തുകൊണ്ടാണ് ഡബിൾ കർവേച്ചർ എന്ന് പറയാൻ കാരണം, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കുറവൻ മലയും കുറത്തിമലയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ആർച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ആർക്ക് കിട്ടി. അത് മാത്രമല്ല, ഇത് താഴെ നിന്ന് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളഞ്ഞിരിക്കുന്ന ഒരു കേസേ കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ടോപ്പ് ടു ബോട്ടം ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു കർവ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡബിൾ കർവ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം. ഡബിൾ കർവാണ്, കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, ദെൻ ഇറ്റ് ഈസ് ഡബിൾ കർവേച്ചർ പാരാബോളിക് ടൈപ്പ് തിൻ ആർച്ച് ടൈപ്പ് ഡാമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇടുക്കി ഡാമിൻ്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോക്കാം. നമ്മുടെ ഇടുക്കി ഡാം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇടുക്കി ആർച്ച് ഡാം മാത്രമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ. പക്ഷേ ഇടുക്കി ഡാമിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസർവോയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 ഡാംസ്. ഏതൊക്കെയാണ്? ഒരു സൈഡിൽ നമുക്ക് ഇടുക്കിയുടെ ആർച്ച് ഡാം ഉണ്ട്. ഓക്കെ, വേറൊരു സൈഡ് ചെറുതോണി ഡാം ഉണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് കൂടി മാറി നമുക്ക് കുളമാവ് ഡാം ഉണ്ട്. അപ്പോൾ ഈ 3 ഡാം കൂടി ചേർന്നതാണ് ഇടുക്കിയുടെ മെയിൻ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇടുക്കി റിസർവോയറിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? വെള്ളം മൂലമറ്റം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇടുക്കിയുടെ ഒരു ഗൂഗിൾ മാപ്പ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ഇതുപോലത്തെ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ ഇടുക്കി ഈ ഒരു ഡിസ്ട്രിക്റ്റിലെ മെജോറിറ്റി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡാം ഏകദേശം ഒരു ഡാമിൻ്റെ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ ഇടുക്കിയുടെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഈ സൈഡിലാണ് നമ്മുടെ ഇടുക്കിയുടെ ആർച്ച് ഡാം വരുന്നത്. ഇവിടെ നമ്മുടെ ചെറുതോണി ഡാമുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കുളമാവ് ഡാം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ കുളമാവ് ഡാം. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ഒരു വാട്ടർ റിസർവോയർ ആയിട്ട് വരുന്നു. ഇവിടുന്ന് പവർ ജനറേഷൻ കഴിഞ്ഞ് ടെയിൽ റേസിലേക്ക് നമുക്ക് വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇടുക്കി റിസർവോയറിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈ ഫുള്ളായിട്ട് ഈ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഫിഗറിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് പാർട്സ് നമുക്ക് മനസ്സിലായി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ മേജർ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസർവോയർ, ദെൻ കമ്പൈൻ വിത്ത് ഡാം ആണ് ആദ്യം ഉള്ളത്. ദെൻ പവർ ജനറേഷൻ നടക്കുന്ന സമയത്ത് പ്രഷർ ചാനൽ വഴി ഫസ്റ്റ് നമ്മൾ വെള്ളം ഡാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് വാൽവ് ഹൗസിലെത്തി പെൻ സ്റ്റോക്കിലേക്ക് കയറുന്നു. ഓക്കെ, ഈ പെൻ സ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ സർജ് ടാങ്ക്. ഓക്കെ, വേറെ ഒരെണ്ണമാണ് നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടാതെ നമുക്ക് എയർ വാൽവും എയർ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള വാൽവും ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഈ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രഷർ വേരിയേഷൻ വന്ന് പെൻ സ്റ്റോക്ക് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 2007 സെപ്റ്റംബറിൽ നമുക്ക് പെൻ സ്റ്റോക്ക് ദുരന്തം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൻ സ്റ്റോക്കിൻ്റെ കേസിൽ പെൻ സ്റ്റോക്ക് വളരെ ഇതിൻ്റെ ഈ ഒരു ഇതുവഴി പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കൺട്രോൾ, ആ വെള്ളത്തിൻ്റെ പ്രഷർ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു സർജ് ടാങ്ക് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ പ്രഷർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സർജ് ടാങ്കിനകത്ത് നമുക്ക് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്ത് പെൻ സ്റ്റോക്കിലൂടെയുള്ള വെള്ളം ഈസി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. ഇനി ഇതിനകത്ത് എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർ വാൽവ് ഉണ്ട്. അതുമാത്രമല്ല, പെൻ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പെൻ സ്റ്റോക്ക് ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇവിടെ നമുക്കൊരു ബട്ടർഫ്ലൈ വാൽവും അവൈലബിൾ ആണ്. അപ്പോൾ വെള്ളം പ്രഷർ ചാനൽ വഴി വന്ന് വാൽവ് ഹൗസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് പെൻ സ്റ്റോക്ക് വഴി വരുന്നു. പെൻ സ്റ്റോക്കിൽ നിന്ന് നേരെ ടർബൈൻ ഓപ്പറേറ്റ് ചെയ്ത് ജനറേഷൻ നടന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ബാക്കിയുള്ള വെള്ളം ഇറിഗേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പർപ്പസിനോ വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മുടെ എൻറ്റയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അതിൻ്റെ ഹൈഡ്രോളിക് സ്ട്രക്ചർ, 2 അതിൻ്റെ വാട്ടർ ടർബൈൻസ്, പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരാം? നമ്മുടെ ഡാം വരാം, പിന്നെ ആ ഡാം ഓപ്പറേറ്റ് ചെയ്യുന്ന അതിനോട് അനുബന്ധിച്ച് വരുന്ന സർജ് ടാങ്ക്, പെൻസ്റ്റോക്ക്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഹൈഡ്രോളിക് സ്ട്രക്ചറിലാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡാം തന്നെയാണ്. ഡാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ ബാരിയർ വിച്ച് ഈസ് ബിൽറ്റ് അക്രോസ് ദ റിവർ ഓർ വാട്ടർ ബോഡി ഇൻ ഓർഡർ ടു സ്റ്റോക്ക് വാട്ടർ. ശരിയല്ലേ? അതാണ് നമ്മുടെ ഡാം എന്ന് പറയുന്നത്. ഇത് പല തരത്തിലുള്ള ഡാംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇടുക്കി ഡാം എന്ന് പറയുന്ന ഒരു ആർച്ച് ഡാമാണ്. ചെറുതോണി ഡാം എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റി ടൈപ്പാണ്. അപ്പോൾ അതുപോലെ പല ടൈപ്പ് ഡാംസ് അവൈലബിൾ ആണ്. ഇത് ബേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കോൺക്രീറ്റ് ഡാംസ് ഉണ്ട്, പിന്നെ മാസണറി ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, മാസണറി ഡാംസ് അവൈലബിൾ ആണ്. അങ്ങനെ പല തരത്തിലുള്ള ഡാംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ വിച്ച് വി ആർ യൂസിങ് നമ്മൾ നെയിം ചെയ്യാറുണ്ട്. അപ്പോൾ ഡാമാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഡാം. പിന്നെ അടുത്ത മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പിൽവേ ആണ്. എന്താ ഈ സ്പിൽവേ എന്ന് പറഞ്ഞാൽ? നമ്മൾ പല ഡാംസും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ? ഡാമിൻ്റെ ഏരിയ, ഡാമിൻ്റെ ആ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഒരുപാട് വെള്ളം വന്ന് നിറയുന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ആ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഒരു സീസണിൽ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഡാം നിറയാനുള്ള ചാൻസ് ഉണ്ട്. ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർഫ്ലോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഡാമിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന പല പല ഓപ്പണിങ്സ് നമ്മൾ കൊടുത്തിട്ട് ഒരു ലിമിറ്റ് വിട്ട് വരുന്ന വെള്ളത്തിനെ നമ്മൾ പാസ് ചെയ്ത് കളയും. അതിനാണ് നമുക്ക് എന്ത് വേണ്ടത്? സ്പിൽ വേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പിൽ വേസിൻ്റെ മെയിൻ ഐഡിയ എത്രയേ ഉള്ളൂ, സർപ്ലസ് എമൗണ്ട് ആയിട്ട് വരുന്ന വെള്ളത്തിനെ ഡിസ്ചാർജ് ചെയ്ത് കളയുക. ദെൻ മൂന്നാമത്തെ പാർട്ടാണ് ഹെഡ് വർക്ക്സ്. എന്താ ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ? ഈ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു കണ്ടൻറ്റിനകത്ത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം, സെഡിമെൻറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ട്രീസ്, ഫോറസ്റ്റ് ഏരിയയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഡെബ്രീസ് വരാം, സെഡിമെൻറ്റ്സ് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടർബൈൻസിനകത്തോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ടർബൈൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഹെഡ് വർക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ബ്ലോക്കിംഗ് ഈ സെഡിമെൻറ്റ്സ്, ഡെബ്രീസ്, അതുപോലുള്ള മെറ്റീരിയൽസിനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെള്ളത്തിനെ ഈസി ആയിട്ട് പാസ് ചെയ്ത് നമ്മുടെ ടർബൈൻസിനകത്തേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ഈ ഹെഡ് വർക്ക്സിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏത് വരുന്നത്? ഹൈഡ്രോളിക് സ്ട്രക്ചറിനകത്ത് വരുന്നത്. പിന്നെ വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെൻസ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ പെൻസ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രഷർ വാൽവിൽ നിന്ന് നേരെ വെള്ളം കയറി വരുന്നത് എങ്ങോട്ടാണ്? പെൻസ്റ്റോക്കിലേക്കാണ്. പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുണ്ട്? നമുക്ക് സർജ് ടാങ്ക് ഉണ്ട്. ഇത് കൂടാതെ ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട്, ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട്, എയർ വാൽവ് ഉണ്ട്, സർജ് ടാങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ടർബൈൻ സപ്പോസ് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് നിർത്തി, എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്ന വെള്ളം ഫീഡ്ബാക്കിങ് ഉണ്ടോ? അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ഓഫ് പ്രഷർ വരും. അപ്പോൾ എന്ത് പറ്റും? ഈ സർജ് ടാങ്കിൻ്റെ വെള്ളം റൈസ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി സപ്പോസ് ഇവിടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലോഡ് കൂടുകയാണ്, എന്ത് ചെയ്യണം? കൂടുതൽ വെള്ളം ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ സർജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് വഴി? സർജ് ടാങ്ക് വഴി. ഇത് കൂടാതെ വെള്ളത്തിൻ്റെ ഇൻലെറ്റ് കുറഞ്ഞു, പക്ഷേ ഇവിടെ വെള്ളം വളരെ സ്പീഡായിട്ട് ടർബൈനിലേക്ക് പാസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് എന്ത് പറ്റും? എയർ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് എയർ വാൽവ് പ്രോപ്പറായിട്ട് വേണം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് കൂടാതെ എപ്പോഴെങ്കിലും ഈ ഒരു പെൻസ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളത്തിനെ ക്ലോസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് വേണം. അതിനാണ് നമുക്കൊരു ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ് ഉള്ളത്. സോ പെൻസ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എക്യുപ്മെൻറ്റ് ടു ക്യാരി വാട്ടർ ഫ്രം ഡാം ടു ദ ടർബൈൻ. ഓക്കെ, അപ്പോൾ ആ കേസ് ശരിക്കും കോൺക്രീറ്റ് ടൈപ്പ് ഉണ്ട്, അത് കൂടാതെ സ്റ്റീൽ ടൈപ്പും ഉണ്ട്. കോൺക്രീറ്റ് പെൻസ്റ്റോക്ക് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ 50 മീറ്റേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മെയിനായിട്ട് നമ്മൾ സ്റ്റീൽ പെൻസ്റ്റോക്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പെൻസ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡിവൈസസ് ആണ് ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ്, എയർ വാൽവ്, അതുപോലെ തന്നെ സർജ് ടാങ്ക്. ഉണ്ടോ? ഇപ്പോൾ പെൻസ്റ്റോക്ക് നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൂടെയൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, KSRTC ബസ്സിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, അല്ലേ? ഈ ടോപ്പ് മൗണ്ടൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ പെൻസ്റ്റോക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാവുന്ന കേസാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ടർബൈൻ, അല്ലേ? ഈ പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വെള്ളം നേരെ കയറുന്നത് എങ്ങോട്ടേക്കാണ്? ടർബൈൻസ് ആണ്. കാരണം ടർബൈനിൽ നിന്നുള്ള മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ ജനറേറ്ററിലേക്ക് ഫീഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള ടർബൈൻസ് ഉണ്ട്. ഓക്കെ, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹെഡ്. എത്ര ഹൈറ്റിലാണ് നമ്മുടെ വെള്ളം
അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഹെഡ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പൾസ് ടർബൈനും ഒന്ന് റിയാക്ഷൻ ടർബൈനും. ഓക്കെ, ഇമ്പൾസ് ടർബൈൻ നമ്മുടെ ഹൈ ഹെഡ്, ഫോർ എക്സാമ്പിൾ ഇടുക്കി ഹൈഡ്രൽ പ്രോജക്ട്സിലൊക്കെ നമുക്ക് ഹൈ ഹെഡാണ്. ആ കേസിലൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഇമ്പൾസ് ടർബൈൻസ് ആണ്, ഹൈ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഹെഡ് അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ എൻറ്റയർ പ്രഷർ ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഇൻ എ നോസിൽ. ഓക്കെ, വെള്ളത്തിൻ്റെ എൻറ്റയർ കൈനറ്റിക് പ്രഷർ ഓഫ് ദ വാട്ടർ ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ കൈനറ്റിക് എനർജി. എന്നിട്ട് നോസിൽ വഴി നമ്മൾ എന്ത് ചെയ്യും? ഇത് നേരെ ഈ കപ്പ് ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ, ഈ കപ്പിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ കപ്പിൻ്റെ മുകളിലേക്ക് ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ പെൽറ്റൻ വീൽ. ഒരു പെൽറ്റൻ വീൽ ഇമ്പൾസ് ടർബൈൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കേസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഈ നോസിലിന് അക്രോസ് ഒരു ഗവേണിംഗ് സിസ്റ്റം കൂടി ഉണ്ട്. ആ ഗവേണിംഗ് സിസ്റ്റമാണ് എത്രത്തോളം വെള്ളം ഇതുവഴി പാസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കേസ്. ഇതാണ് ഇമ്പൾസ് ടർബൈൻ്റെ കേസ്. എക്സാമ്പിൾ ഒരു പെൽറ്റൻ വീൽ ടർബൈനാണ്. ഇനി റിയാക്ഷൻ ടർബൈൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോ ഹെഡിൻ്റെ കേസിലാണ്. എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈനും അതുപോലെ തന്നെ കപ്ലൈൻ ടർബൈൻസ്. ഓക്കെ, ഇപ്പോൾ ലോ ഹെഡ് ടൈപ്പ് കേസിലാണ് ഇതിൽ റിയാക്ഷൻ ടർബൈൻസിൻ്റെ കേസിൽ ബോത്ത് പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ ടർബൈൻ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പൾസ് ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ ഹെഡുള്ള കേസിലാണ്. റിയാക്ഷൻ ടർബൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഹെഡുള്ള കേസിലാണ്. ഇമ്പൾസ് ടർബൈൻസ് നമ്മൾ എക്സാമ്പിൾസ് പെൽറ്റൻ ടർബൈൻ ആണ്. റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ എക്സാമ്പിൾ കപ്ലാൻ ടർബൈനും ഫ്രാൻസിസ് ടർബൈനും. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മുടെ റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇടുക്കി പവർ സ്റ്റേഷൻ്റെ കേസിൽ ഉള്ള റിയൽ ആയിട്ടുള്ള കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മൂലമറ്റം പവർ ഹൗസിലാണ് ഇടുക്കിയുടെ ഹൈഡൽ പ്രോജക്ട്സിൻ്റെ എനർജി ജനറേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം റിസർവോയറിൽ നിന്ന് ചെറുതോണി ഡാം, ഇടുക്കി ഡാം, കുളമാവ് ഡാം, ഇത് മൂന്നും കവർ ചെയ്തിട്ടുള്ള റിസർവോയറിൽ നിന്ന് നമ്മൾ പെൻസ്റ്റോക്ക് വഴി നമ്മുടെ മൂലമറ്റം പവർ ഹൗസിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെയാണ് പവർ ജനറേഷൻ നടക്കുന്നത്. പവർ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് അതിൻ്റെ സ്വിച്ച് യാർഡാണ് വരുന്നത്. ഈ സ്വിച്ച് യാർഡ് വഴി നമ്മൾ ട്രാൻസ്ഫോമേഴ്സൊക്കെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ വഴി പ്രോപ്പർ വോൾട്ടേജിലേക്ക് സ്വിച്ച് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇടുക്കി പവർ സ്റ്റേഷൻ്റെ അകത്തുള്ളൊരു ഫിഗറാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് 780 മെഗാവാട്ടാണ് ഇടുക്കിയുടെ ജനറേഷൻ. 780 മെഗാവാട്ടാണ്. ഇതിൽ നമുക്ക് 6 മെഷീൻസ് ആണ് ഉള്ളത്. അതായത് ടർബൈൻ ജനറേറ്റർ സെറ്റ് 6 എണ്ണമാണ്. 6 ഇൻറ്റു ഈച്ച് ഓരോന്നിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 130 മെഗാവാട്ടാണ്. സോ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി എത്രയായിട്ട് കിട്ടും? 780 മെഗാവാട്ടാണ്. ഇത് താഴെയായിരിക്കും. ഓക്കെ, ആ ജനറേറ്റർ ടർബൈൻ സെറ്റ് എന്ന് പറയുന്നത് താഴെയായിരിക്കും. ഇതാണിതാ ഈ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? 1, 2, 3. ടോപ്പിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ടർബൈൻ ജനറേറ്റർ സെറ്റിൻ്റെ ടോപ്പ് ഒരു സ്ട്രക്ചർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് നമ്മൾ ഒരു മാനുവൽ ഓപ്പറേഷൻ ആസ് വെൽ ആസ് കംപ്ലീറ്റ് സിസ്റ്റം BLC SCADA ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ട്. ഒരു കൺട്രോൾ റൂമിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റിയൽ ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഒന്ന് കാണാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കേസാണ് നമ്മുടെ ടർബൈൻ ഫ്ലോർ. അതിന് തൊട്ട് മുകളിലായിരിക്കും നമ്മുടെ ജനറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടർബൈൻ ഫ്ലോർ. ഇടുക്കി മൂലമറ്റം പവർ ഹൗസിൻ്റെ ടർബൈൻ ഫ്ലോർ ഇതാണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന പെൽറ്റൻ വീൽ, ഇത് റിയൽ ആയിട്ട് ഇടുക്കി ഹൈഡ്രോ പ്രോജക്ട്സിൽ യൂസ് ഉള്ള നമ്മുടെ ടർബൈനാണ്. ഞാൻ പറഞ്ഞു ഇടുക്കി പവർ പ്ലാന്റിലെ ഹൈ ഹെഡ് ഇമ്പൾസ് ടർബൈനാണ്. ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള പെൽറ്റൻ വീൽ ടൈപ്പ് കേസാണ് നമ്മൾ ഇടുക്കി ഡാമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റിയൽ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെൽറ്റൻ വീലിൽ ഇത് കണ്ടോ, കപ്പ് ഷേപ്ഡ് അറേഞ്ച്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നോസിൽ വെച്ച് പ്രോപ്പറായിട്ട് വെള്ളം ഇജക്റ്റ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മുടെ ടർബൈൻ കപ്ലിംഗ്. ഇത് കണ്ടോ, നമ്മുടെ ജനറേറ്റർ ടർബൈൻ കപ്ലിംഗ് ഇതാണ് നമ്മുടെ ഈ കേസ്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷാഫ്റ്റ് വഴി ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സ്പീഡിൽ തന്നെ ഈ ഒരു കേസ് റൊട്ടേറ്റ് ചെയ്യും. സോ ജനറേറ്റർ ടർബൈൻ അസംബ്ലിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് സെറ്റപ്പ് നമുക്ക് ഒരു കൺട്രോൾ റൂമിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇതാണ് നമ്മുടെ കൺട്രോൾ റൂം ഓഫ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഓക്കെ, നൗ നമ്മൾ ഓവറോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇടുക്കി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. ദെൻ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റിവർ പെരിയാർ. ഇടുക്കി ഇറ്റ് ഈസ് എൻ ആർച്ച് ഡാം വിച്ച് ഈസ് ഹാവിങ് എ റിസർവോയർ കമ്പോസ്ഡ് ഓഫ് ചെറുതോണി ഡാം, കുളമാവ് ഡാം ആൻഡ്
ഇടുക്കി ആർച്ച് ഡാം. ഓക്കെ, ഇതിൻ്റെ മാക്സിമം ആനുവൽ എനർജി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2148 MU ആണ്, മില്യൺ യൂണിറ്റ്സ് ആണ്. ഓക്കെ, മില്യൺ യൂണിറ്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. KWHലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മില്യൺ എന്ന് പറയുമ്പോൾ ഇൻറ്റു പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KWHൽ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ ടർബൈൻ ഞാൻ പറഞ്ഞു, നമ്മൾ ഇമ്പൾസ് ടർബൈൻ ആണ്. ഇമ്പൾസ് ടർബൈൻ വെർട്ടിക്കൽ 6 ജെറ്റ് പെൽറ്റൺ വീൽ അറേഞ്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കനേഡിയൻ മേക്കാണ് ഇതിൻ്റെ കേസ്. ടർബൈൻ്റെ സ്പീഡ് 375 RPM. ഓക്കെ, ജനറേറ്റർ ഒരു സാലിയൻ പോൾ സിങ്ക്രണസ് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 375 RPM ആണ്. ഓക്കെ, സോ ഈ ടർബൈൻ ജനറേറ്റർ സെറ്റ് നമുക്ക് 6 സെറ്റ് അവൈലബിൾ ആണ്. 6 × 130 എന്ന് പറയുമ്പോൾ ഏകദേശം 780 മെഗാവാട്ടിൻ്റെ ജനറേഷനാണ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഓവറോൾ കമ്പോണൻസ് എന്തൊക്കെയുണ്ട്, ഓരോ കമ്പോണൻസിൻ്റെ ഫങ്ഷൻ എന്താണ്, ദെൻ റിയൽ ആയിട്ടുള്ള ഒരു പവർ പ്രോജക്റ്റ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പവർ സ്റ്റേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും റിയൽ ആയിട്ടുള്ള ഒരു പവർ സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ നെക്സ്റ്റ് സെഷനിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.